So moving on to the next question. So next question is, determine the values of a for which the system of equation ax minus 2y plus z is equal to 0, ax plus 1 minus a into y z plus z is equal to 0, 2x minus y plus 2y z is equal to 0 has a non-trivial solution, and find the solution. So ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുന്ന എയുടെ വാല്യൂസ് കിട്ടണം. സോ എ നമുക്ക് എത്ര ആണെന്ന് അറിയില്ല. സോ സൊല്യൂഷൻ ഈസ് this is of the form ax is equal to 0. So where a is, നമുക്ക് എഴുതാം, ഫസ്റ്റ് എലമെന്റ് ഈസ് a minus 2 1 a 1 minus a 1 2 minus 1 2a. This is the matrix. Okay. ഇനിയും തന്നിട്ടുണ്ട് ഈ മെട്രിക്സിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടണം. ഓക്കെ, ഈ മെട്രിക്സിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂസ് നമ്മൾ എയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുക എന്ന് വെച്ചാൽ ദിസ് സിസ്റ്റം ഹാസ് എ ട്രിവിയൽ സൊല്യൂഷൻ. സോ ട്രിവിയൽ സൊല്യൂഷൻ ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ not equal to 0 ആയിരിക്കണം. In that case, rank of a should be equal to 3, which is the number of variables. നമുക്കിവിടെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുന്ന കേസാണ് വേണ്ടത്. സോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ if determinant of a is equal to 0. In that case, rank of a should be less than 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ minus 2 1. Okay, now the determinant is a into 1 minus a 1 minus 1 2a minus 2 times a 1 2 2a plus 1 into a 1 minus a 2 minus 1. So this is equal to a times 1 minus a into 2a minus 1. So ഇവിടെ minus plus 2 times a into 2a minus 2 plus 1 into minus a minus 2 into 1 minus a. So this is a into 2a minus 2a square plus 1 plus 2 into 2a minus 2 plus 1 into minus a minus 2 plus 2a. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a സ്ക്വയർ മൈനസ് 2a ക്യൂബ് പ്ലസ് a പ്ലസ് 4a മൈനസ് 4 minus a minus 2 plus 2a. ഇവിടെ 2a square ആണ്, so it is a square. So the answer becomes minus 2a cube plus 6a square plus 2a minus 6. Okay, അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുന്ന വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ determinant of a should be equal to 0. Determinant of a should be equal to 0 means minus 2a cube plus 6a square plus 2a minus 6 is equal to 0. ഞാൻ മൈനസ് 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴും വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല, പോളിനോമിയൽ അല്ലേ. സോ എ ക്യൂബ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് 2 by minus 2 is 1, 6 by minus 2 is minus 3, 3a square, 2 by minus 2 is minus 1, minus 3 by minus 2 is plus 3. ഓക്കെ, സോ ഈ പോളിനോമിയൽ 0 ആകുന്ന വാല്യൂസിന് ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ആ കേസിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. സോ a cube minus 3a square minus a plus 3 is equal to 0.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റെ സമ്മ് 0 ആണെങ്കിൽ 1 അതിൻ്റെ റൂട്ട്സ് ആയിരിക്കും. ഇതിൻ്റെ കോഎഫിഷ്യൻസ് 1, -3, -1, +3 കൂട്ടുമ്പോൾ എപ്പോഴും 0 ആണ്. സോ 1 is a root. Put a is equal to 1. a 1 ആകുമ്പോൾ 1 cube -3 into 1 square -1 +3 which is 0. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റെ സമ്മ് 0 ആണെങ്കിൽ 1 അതിൻ്റെ റൂട്ട് ആയിരിക്കും. സോ a is equal to 1 is a root. So when a is equal to 1, this polynomial is equal to 0. a cube minus 3a square minus a plus 3 is equal to 0. In that case, determinant of a is equal to 0, which means x is equal to 0 has non-trivial solution. അപ്പോൾ റാങ്ക് ചെറുതായിരിക്കും. ഇനി ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയലിനാണ്, 3 റൂട്ട്സ് ഉണ്ട്. സോ ബാക്കി റൂട്ട്സ് കണ്ടുപിടിക്കാം. ബാക്കി റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി കോഎഫിഷ്യൻസ് എഴുതുന്നു. 1, -3, -1, 3. റൂട്ട് 1 ആദ്യം 0, 1 plus 0 is 1, 1 into 1 is 1, -3 plus 1 is -2, 1 into -2 is -2, -2 plus -1 is -3, 1 into -3 is -3, -3 plus 3 is equal to 0. Okay, so this is the coefficient of lambda square, coefficient of lambda, constant coefficient. Okay, so a square a. Okay, so a cube minus 3a square minus a plus 3a നമുക്ക് a minus 1 into a square minus 2a minus 3 എന്ന രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കൂട്ടുമ്പോൾ -2, ഗുണിക്കുമ്പോൾ -3 വരുന്ന രണ്ട് നമ്പേഴ്സ് -3 ഉം 1. സോ ദിസ് ഈസ് a minus 1 times a minus 3 times a plus 1. Okay. So this is equal to 0. A cube minus 3a square minus a plus 3 is equal to 0 implies this product is equal to 0. That is a minus 1 is equal to 0. That is a is equal to 1, or a minus 3 is equal to 0. That is a is equal to 3, or a plus 1 is equal to 0. That is a is equal to -1. ഇത് മൂന്നുമാണ് ഇതിൻ്റെ റൂട്ട്സ്. ഈ 3 വാല്യൂസിനും ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആയിരിക്കും, കാരണം ഇത് റൂട്ട്സ് ആയതുകൊണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് 0 ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ 3 ആയിരിക്കും. In that case, it has infinitely many solutions. Okay, so നമുക്ക് case 1, when a is equal to 1 അല്ല -1 and 3, a ഈ 3 വാല്യൂ അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും, കാരണം ഡിറ്റർമിനന്റ് 0 അല്ല, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ആ കേസിൽ തൊട്ടുമുമ്പേ ചെയ്ത പോലെ എക്സ് ഈസ് ഈക്വൽ ടു 0 ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ. That is x is equal to 0, y is equal to 0, z is equal to 0. Next case, a is equal to 1 ആകുന്ന കേസ്. a is equal to 1 ആകുമ്പോൾ the matrix A is, നമ്മൾ ഈ മെട്രിക്സ് എയുടെ സ്ഥാനത്തെല്ലാം 1 കൊടുക്കണം. ഓക്കെ, സോ 1 -2 1, 1 0 1, 2 -1 2. ദിസ് ഈസ് ദ മെട്രിക്സ്. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം. റാങ്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എക്കലോൺ ഫോമിലോട്ട് മാറ്റാം. പിവറ്റ് എലമെന്റ് 1 ആണ്. സോ താഴത്തെ എലമെന്റ്സ് 0 ആക്കിയാൽ മതി. താഴത്തെ എലമെന്റ് 0 ആക്കാൻ വേണ്ടി R2 ഇംപ്ലൈസ് R2 മൈനസ് R1, 1 -1 ചെയ്താൽ മതി. അതുപോലെ R3 ഇംപ്ലൈസ് ഇതിനെ 0 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. സോ R3 മൈനസ് 2 R1. സോ താഴത്തേത് 1 0 0, 1 -2 1. ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല. ഹിയർ ഇറ്റ് ഈസ് R2 minus R1, 0 minus -2, that is +2. Here it is 1 minus 1, which is 0. Here it is
R3 minus 2 into R1. So minus 1 minus 2 into minus 2. Minus 2 into minus 2 is plus 4. Plus 4 minus 1 is 3. Next is 2 minus 2 into 1. 2 minus 2 which is 0. അപ്പോൾ ഫസ്റ്റ് പിവറ്റ് എലമെന്റ് താഴത്തെ എല്ലാം 0 ആയി. നെക്സ്റ്റ് റോയിലെ പിവറ്റ് എലമെന്റ് 0 ആക്കുക. ഓക്കെ, സോ ഇത് 0 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. R2 implies R2 by 2. So this implies 1 minus 2 1 0 1 0 0 3 0. ഇനി ഈ പിവറ്റ് എലമെന്റ് മുകളിലും താഴെയും 0 ആക്കുക. അത് 0 ആക്കാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഇത് 0 ആകും. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്താൽ ഇത് 0 ആകും. സോ R1 implies R1 plus 2R2 and R3 implies R3 minus 3R2. So this is second കോളത്തിന് വ്യത്യാസം, സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. സോ R1 plus 2R2 1 plus 2 into 0 which is 1 minus 2 plus 2 into 1 minus 2 plus 2 which is 0. 1 plus 2 into 0 is 1. Okay, താഴത്തെ എലമെന്റ് വീണ്ടും R3 minus 3 into R2. 0 minus 3 into 0 is 0. 3 minus 3 into 1 is 3 minus 3 0. 0 minus 3 into 0 is 0. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലായി. സോ റാങ്ക് ഓഫ് എ is equal to 2 എന്ന് കിട്ടി, which is less than number of variables n. Okay, this is R, this is n. അപ്പോൾ n minus r വേരിയബിൾസിന് 3 minus 2 which is equal to 1 വേരിയബിളിന് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത മെട്രിക്സ് എടുക്കുന്നു. സോ ദ സിസ്റ്റം ഈസ് 1 0 1 0 1 0 0 0 0 into x y z is equal to 0. That is x plus z is equal to 0 and y is equal to 0. ഞാൻ z എന്ന് കൊടുക്കുന്നു, z is equal to എന്ന് കൊടുക്കുന്നു. സോ x is equal to മൈനസ് എന്ന് കിട്ടും. സോ സൊല്യൂഷൻ ഈസ് x is equal to minus a, y is equal to 0, z is equal to a. ഇവിടെ a എന്നുള്ളത് നിങ്ങൾ ഇവിടുത്തെ എയുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇവിടെ കൊടുത്ത എയുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. രണ്ടും രണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തെന്നുള്ളത് അർത്ഥം മാത്രമേ ഉള്ളൂ. ഫോർ കൺവീനിയൻസ് ഞാൻ ഇവിടെ എ ആക്കുന്നില്ല. ഐ വിൽ ചൂസ് ഇറ്റ് ആസ് യു. ഓക്കെ, തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ചേഞ്ച് വരുത്തിയത്. സോ എ ഈസ് ഈക്വൽ ടു 1 കേസായി. നെക്സ്റ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് 1. കേസ് 3 a is equal to minus 1. ഇവിടെ എയുടെ സ്ഥാനത്ത് -1 കൊടുക്കുക. സോ -1 2 -2 1 -1 1 minus -1 is 2 1 2 -1 -2. That's the matrix. Now ഇതാണ് നമുക്ക് a is equal to -1 കൊടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ്. ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. സോ ആദ്യം നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. സോ അതിനു വേണ്ടി R1 implies R1 into -1. First റോ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് 1 2 -1 -1 2 1 2 -1 -2. ഇനി പിവറ്റ് എലമെന്റ് താഴെ ഉള്ളതിനെ 0 ആക്കണം. അത് 0 ആക്കാൻ വേണ്ടി ഇവിടെ ആഡ് ചെയ്താൽ മതി. R2 -1 plus 1 is 0. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ ഇത് 0 ആയി കിട്ടും. സോ what we are going to do is R2 implies R2 plus R1. Okay, this is 0 R2. And R3 implies R3 minus 2R1. So the matrix becomes R1 in change illa 1 2 minus 1. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. -1 plus 1 is 0. 2 plus 2 is 4. 1 minus 1 is 0. Okay. Here it is. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുന്നു. Yes, 2 minus 2 is 0. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 -4 എന്ന് കിട്ടും, which is -5. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കുറയ്ക്കുന്നു. സോ -2
+2 എന്ന് കിട്ടും, വിച്ച് ഈസ് 0. അടുത്തതായിട്ട് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. വിച്ച് ഈസ് 4. 4നെ 1 ആക്കാൻ വേണ്ടി നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. 1 2 -1. സെക്കൻഡ് റോ 0 1 0 ആയി. തേർഡ് റോ ഈ 0 -5 0 0 -5 0. സോ ഇവിടെ ചെയ്തത് R2 implies R2/4. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തെ ഈ എലമെന്റിനെ 0 ആക്കണം, ഈ എലമെന്റിനെയും 0 ആക്കണം. ഓക്കെ, ഈ 1 വെച്ച് ഇതിനെ 0 ആക്കാൻ വേണ്ടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഇതിനെ 0 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ R1 implies R1 - 2R2 and R3 implies R3 + 5R2. So 1 2 -1. Okay, third second റോയ്ക്ക് വ്യത്യാസമില്ല, 0 1 0. തേർഡ് റോ നമ്മൾ R3 + 5R2, 0 + 5 × 0 is 0, -5 + 5 × 1 is 0, 0 + 0 × 0. ഇവിടെയും അതുപോലെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ R1 - 2 × R2, 1 - 2 × 0 is 1, 2 - 2 × 0 is here, it is 0, -1 - 2 × 0 is -1. ഇപ്പോൾ ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലായി. So which implies it is rank is equal to rank of the matrix A is equal to 2. Number of non-zeros 2 ആണ്, which is less than number of variables. So R is this, N is this. So N minus R variablesന്, that is 3 - 2 variablesന് വാല്യൂ അസൈൻ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് AX is equal to 0 implies നമ്മൾ ലാസ്റ്റ് എഴുതുന്ന മെട്രിക്സ് 1 0 -1 0 1 0 0 0 0 ഇൻറ്റു x y z is equal to 0. That is x minus z is equal to 0 and y is equal to 0. That is x is equal to z and y is equal to 0. ഞാൻ z-ന് u എന്ന് കൊടുക്കുന്നു. സോ സൊല്യൂഷൻ ഈസ് x is equal to u, കാരണം x y z സെയിം ആണ്, y is equal to 0, z is equal to u. This is the solution. സോ എയുടെ വാല്യൂ 1 ആകുന്ന കേസിലും -1 ആകുന്ന കേസിലും നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈസ് എയുടെ വാല്യൂ 3 ആകുന്ന കേസ്. ഓക്കെ, ദാറ്റ്സ് ലാസ്റ്റ് കേസ്. കേസ് 4 A is equal to 3. A is equal to 3 ആകുമ്പോൾ കറസ്പോണ്ടിങ് മെട്രിക്സ് ഈസ് ഇവിടെ എയുടെ സ്ഥാനത്ത് 3 കൊടുക്കണം. സോ 3 - 2 1, 3 1 - 3 is -2 1, 2 -1 2 × 3 is 6. So this is the matrix. Okay, so ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് പിവറ്റ് എലമെന്റ് ഇതിനെ നമുക്ക് 1 ആക്കണം. സോ ഇവിടെ ഈ 3 - 2 ചെയ്താൽ ഇത് 1 ആകും. സോ ദിസ് ഇംപ്ലൈസ് R1 is equal to R1 - R3 ചെയ്യുക. അപ്പോൾ അത് 1 ആകും. 3 - 2 1 ആണ്. ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണത്. സോ 3 - 2 is 1, -2 - 1 is -3, 1 - 6 is -5. So 3 - 2 1, 2 1 6. ഓക്കെ, നൗ ഇതിൻ്റെ താഴത്തെ എലമെന്റ് 0 ആക്കണം. ഇത് 0 ആക്കാൻ വേണ്ടി ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. ഇത് 0 ആകാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. സോ R2 implies R2 minus 3 into R1 and R3 implies R3 minus 2 into R1. So R1 is change illa, 1 minus 3 minus 5. This becomes 0. So -2 -3 into -3. -2 plus 9 കിട്ടും, which is +7. Next is 1 -3 into -5, which is +14 കിട്ടും. So this is +15 + 1. This is actually 16.
ഇനി ഇത് 0 ആകാൻ വേണ്ടി so 2 minus 2 into 1, so which is 0. So 1 minus 2 into minus 3. So 1 plus 6 എന്ന് കിട്ടും, which is 7. Next is 6 minus 2 into minus 5, which is 16 എന്ന് കിട്ടും. Okay. Now ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് പിവട്ട് ആകണം, അതിനെ 1 ആക്കണം. അതിനെ 1 ആക്കാൻ R2നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ R2 implies R2 by 7. So this implies 1 minus 3 minus 5, 0, 1, 16 by 7, 0, 7, 16. ഇനി ഇതിനെ 0 ആക്കാൻ വേണ്ടി ഇതിനെയും 0 ആക്കണം, ഇതിനെയും 0 ആക്കണം. ഇതിനെ 0 ആക്കാൻ വേണ്ടി താഴത്തിനെ 0 ആക്കാൻ വേണ്ടി 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. ഇതിനെ 0 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സോ R1 implies R1 plus 3R2 and R3 implies R3 minus 7R2. Okay. So സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമില്ല, 16 by 7. നമുക്ക് തേർഡ് കോളം നോക്കാം. Okay, 0 minus 7 into 0, which is 0. 7 minus 1 into 7, which is 0. Next is 16 minus 16 by 7 into 7. 7 and 7 cancel out, 16 minus 16 കിട്ടും, which is 0. So third column 0. Next is 1 minus 3 into R2. 1 minus 3 into, say 1 plus 3 into 0, which is 1. Minus 3 plus 3 into 1, which is minus 3 plus 3, which is 0. Next is minus 5 plus 3 into 16 by 7. Okay. So minus 5 plus, which is 48 by 7. ചെയ്യുമ്പോൾ minus 35 plus 48 by 7, which is 13 by 7. കൂട്ടുമ്പോൾ 13 by 7. So നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലായി. ഹിയർ rank of A is equal to 2, which is less than 3. This is R, this is N. So 3 minus 2 variables, which is 1 variable, നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ അസൈൻ ചെയ്യുന്നു. So നമ്മുടെ ലാസ്റ്റ് മെട്രിക്സ് ഈസ്, so Ax is equal to 0 implies 1, 0, 13 by 7, 1, 0, 13 by 7, 0, 1, 16 by 7, 0, 0, 0 times x, y, z is equal to 0. So the solution is x plus 13 by 7 z is equal to 0, y plus 16 by 7 z is equal to 0. So z is equal to u എന്ന് കൊടുക്കുക. So x is equal to minus 13 by 7 z, that is minus 13 by 7 u എന്ന് കിട്ടും. Y is equal to minus 16 by 7 z, which is minus 16 by 7 u. So x is equal to minus 13 by 7 u, y is equal to minus 16 by 7 u, z is equal to u, which is the solution. So എല്ലാ കേസും നമ്മൾ ചെയ്തു. ഓക്കെ. സോ ഇവിടെ മനസ്സിലാകുന്നത്, ഇവിടെ A is equal to 1, minus 1, 3 ഈ 3 വാല്യൂസിനാണ് അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് കിട്ടുന്നത്. അതൊഴികെയുള്ള ബാക്കി എല്ലാ വാല്യൂസിനും എൻ്റെ സൊല്യൂഷൻ ട്രിവിയൽ ആയിരിക്കും. ആൻഡ് A is equal to 1 ആകുമ്പോൾ അതിൻ്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസ് ഈസ് ഓഫ് ദ ഫോം x is equal to minus u, y is equal to 0, z is equal to u. A is equal to minus 1 ആകുമ്പോൾ its solution is of the form x is equal to u, y is equal to 0, z is equal to u. ഇനി അടുത്തത് A is equal to 3 ആകുമ്പോൾ the solution is of the form x is equal to minus 13 by 7 u, y is equal to minus 16 by 7 u, z is equal to u. uന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. It's up to you. So this completes the solution of this problem.